കേരളത്തിൽ സംരംഭകയായി എത്തിയ വിദേശ വനിതയെ കബളിപ്പിച്ച് ലക്ഷങ്ങൾ തട്ടിയതായി പരാതി. അങ്കമാലി അയ്യമ്പുഴ ഗ്രാമപഞ്ചായത്തിൽ മെഡിറ്റേഷൻ സെന്റർ ആരംഭിച്ച ഓസ്ട്രിയ സ്വദേശിനിയാണ് ഇത്തരത്തിൽ കബളിപ്പിച്ചത്. എറണാകുളം ചൊവ്വര സ്വദേശി അജിത് ബാബുവിനെതിരെ അയ്യമ്പുഴ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. സംഭവത്തിന്റെ അടിസ്ഥാനത്തിൽ കേസെടുത്തെങ്കിലും ഇതുവരെ തുടർ നടപടി യാതൊന്നും സ്വീകരിച്ചിട്ടില്ല. ജനം ബ്രേക്കിംഗ്. 2020 ഓസ്ട്രിയ സ്വദേശിനിയായ പാർവതി റൈഷർ അങ്കമാലി അയ്യമ്പുഴ പഞ്ചായത്തിൽ ഒലിവ് മൗണ്ടിൽ മഹാമയ സെന്റർ ഫോർ കോൺഷ്യസ്നസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന മെഡിറ്റേഷൻ സെന്റർ ആരംഭിക്കുന്നത്. വിദേശികൾക്ക് നാട്ടിൽ സംരംഭം തുടങ്ങാൻ പ്രാദേശിക ബിസിനസ് പങ്കാളി വേണമെന്നിരിക്കെ ചൊവ്വര സ്വദേശിയായ അജിത് ബാബുവിനെ കമ്പനി ഡയറക്ടറായി നിയമിച്ചു. എന്നാൽ ഇയാൾ വലിയ സാമ്പത്തിക തട്ടിപ്പ് നടത്തി പാർവതി റൈഷറിനെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുകയായിരുന്നു. To be honest, of course, every land is different and I have to respect, as I want to live here and do everything here, I have to respect the system here in a way of building, because the family built the Mahamaya land. Yes, so the whole amount we have to understand is very high. It's more than 3.5 crore. Yeah, so that much we invested full of joy. We come to Kerala for a good reason. You know, I trusted this land and we love the land. I still think it's the right land to bring people here and share this system from, you know, they come for the retreat. We help people from for children and women. So I think Kerala is the right place. Right now I have big fear. I have fear for our life. കെട്ടിട നിർമ്മാണത്തിൽ അഴിമതി കാട്ടിയും മെഡിറ്റേഷൻ സെന്ററിൽ തിരിമറി ചെയ്തും ലക്ഷങ്ങളാണ് അജിത് ബാബു തട്ടിയെടുത്തത്. ഇത് യഥാർത്ഥത്തിൽ ഈ ഓസ്ട്രിയൻ ലേഡി ഇവിടെ വന്ന ഒരു വിദേശ സംരംഭം, അതായത് അവർക്ക് ഇവിടെ വിദേശീയരെ കൊണ്ടുവന്ന് അവരെ റീജനറേറ്റ് ചെയ്യാനായിട്ടുള്ള യോഗ, മെഡിറ്റേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഉൾപ്പെടുത്തി അവർക്കൊരു പാക്കേജ് പോലെ ഇവിടെ അങ്ങനെ ഒരു സംവിധാനം, അതിനുവേണ്ടിയാണ് ഈ ഒരു സംവിധാനം ഒരുക്കിയത്. അതിൽ നിന്നുള്ള വരുമാനം കൊണ്ട് ഇവിടുത്തെ കുട്ടികളുടെയും അതുപോലെ തന്നെ സ്ത്രീകളുടെയൊക്കെ ഉന്നമനത്തിനായിട്ട് ഒരു എമൗണ്ട് സ്വരൂപിക്കുക, ഇവിടെ ഒരു ഇന്ത്യൻ സിറ്റിസനായിട്ട് ജീവിച്ചു മരിക്കുക എന്നുള്ളതായിരുന്നു അവരുടെ ഉദ്ദേശം. അപ്പോൾ അതിനുവേണ്ടി അവർ ഒരു കമ്പനി രൂപീകരിച്ചു. ആ കമ്പനിയുടെ പേരിൽ ഈ വസ്തു വാങ്ങിച്ചു. അതോടൊപ്പം തന്നെ ഒരു ട്രസ്റ്റ് രൂപീകരിച്ചു. ആ ട്രസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ബാക്കി സോഷ്യൽ ആക്ടിവിറ്റീസ് നടത്താമെന്നുള്ളതായിരുന്നു അവരുടെ ഉദ്ദേശം. പക്ഷേ അതിനകത്ത് ഈ കമ്പനിയിലേക്ക് വന്ന ഒരു ഡയറക്ടർ, ഒരു മിസ്റ്റർ അജിത്ത്, അദ്ദേഹം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി സാമ്പത്തിക നഷ്ടങ്ങൾ ഇവർക്ക് വരുത്തി വെച്ചു. ഇതിനു പുറമെ സംസ്ഥാനത്തെ ഒരു മന്ത്രിക്കടക്കം രാഷ്ട്രീയ നേതാക്കൾക്ക് കൈമാറാനാണെന്ന് പറഞ്ഞും യുവതിയിൽ നിന്ന് വൻതുക തട്ടിയെടുത്തു. തുടർ നടപടികൾ അന്വേഷിച്ച് നിരവധി തവണ അയ്യമ്പുഴ പോലീസ് സ്റ്റേഷനിൽ കയറിയിറങ്ങിയെങ്കിലും നടപടിയെടുക്കാൻ അവർ തയ്യാറായിട്ടില്ല. We choose a place in a very peaceful, shanty place where the women and the children can feel safe, where they can recover, where they can do all the therapies to come back in a normal life. How it is possible if we are surrounded from fabrics and lots of people who are working that. So I get in panic and what can I do? And he said, yeah, there is one minister, he is ready to help you, but you have to pay. And I asked, who is this? Because I'm not able to go out and speak by myself with the people. So he said, it's the law minister of Kerala, and I had to settle amount from 10 crore rupees. He would be able to help me that they are not allowed to build this. അജിത് ബാബുവിന്റെ ഭീഷണിയെ തുടർന്ന് മെഡിറ്റേഷൻ സെന്റർ അടച്ചുപൂട്ടിയെങ്കിലും നിയമ നടപടിയുമായി മുന്നോട്ടു പോവുകയാണ് പാർവതി റൈഷർ. ഒരു വിദേശി വനിത കേരളത്തിൽ ഒരു സംരംഭം തുടങ്ങാനും ഒപ്പം സാമൂഹ്യ സേവനം നടത്താനും ലക്ഷ്യമിട്ട് ഇറങ്ങിത്തിരിച്ചെങ്കിലും ഒരു മലയാളിയുടെ തട്ടിപ്പ് മൂലം അത് അവസാനിപ്പിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന് വിശേഷിപ്പിക്കുമെങ്കിലും ഇവിടെ എത്തി സംരംഭം തുടങ്ങാൻ ആഗ്രഹിച്ച് ഇവിടെ എത്തിയ ഒരു വനിതയ്ക്ക് നേരിടേണ്ടി വന്നത് വലിയ ദുരനുഭവങ്ങളാണ്. ബിവിൻ ആലുവയ്ക്കൊപ്പം ബീനാറാണി, ജനം, കൊച്ചി. ഈ വാർത്തയ്ക്കൊപ്പം ബീനാറാണി ചേരുകയാണ്. ബീനാറാണി, ബീന സൂചിപ്പിച്ചതുപോലെ ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിലാണ് ഇത്തരം തട്ടിപ്പ് നടക്കുന്നത്. വിദേശത്തു നിന്ന് വന്ന ഒരു സംരംഭക, അതും കേരളത്തിൽ വന്ന് ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിൽ വന്ന് ഇത്തരത്തിൽ ഒരു മെഡിറ്റേഷൻ സെൻ്ററൊക്കെ ഇട്ട് ഇവിടുത്തെ നാട്ടുകാരിയായി തന്നെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. പേര് പോലും അതുകൊണ്ടാണല്ലോ പാർവതി എന്നുള്ള പേരൊക്കെ വരുന്നത്. അങ്ങനെ കേരളത്തെ സ്നേഹിച്ച് ഇങ്ങോട്ടേക്ക് വന്ന ഒരു വിദേശ വനിതയ്ക്കാണ് ഈ ദുരനുഭവം. ദൈവത്തിൻ്റെ അല്ല, കള്ളന്മാരുടെ നാട്ടിലാണ് വന്ന് പെട്ടതെന്നാണ് അവർക്കിപ്പോൾ മനസ്സിലാവുന്നത്. എന്താണ് ഈ പരാതിയിന്മേൽ പോലീസ് എന്താണ് നടപടി സ്വീകരിക്കാൻ
ഇത്ര പ്രയാസം? രാഷ്ട്രീയ സ്വാധീനമുള്ള ആളാണോ ഈ അജിത് ബാബു എന്ന് പറയുന്ന വ്യക്തി? ബീനാറാണി. വിനോദ്, 2020 പാർവതി റൈഷർ കേരളത്തിലെത്തി ഒരു സംരംഭം തുടങ്ങുന്നത് ചില പ്രത്യേക ലക്ഷ്യങ്ങളോടെയാണ്. അതായത് സാമൂഹ്യ സേവനം എന്ന ഒരു ലക്ഷ്യം മുൻനിർത്തിയാണ്. അതോടൊപ്പം തന്നെ വിദേശികളായവരെ വിദേശികളെയും സ്വദേശികളെയും ഒപ്പം തന്നെ ഇവിടെ യോഗയും മെഡിറ്റേഷനും ഒപ്പം ആയുർവേദ ചികിത്സയും എല്ലാം നൽകത്തക്ക വിധത്തിലുള്ള ഒരു വലിയ സെന്റർ ആരംഭിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയായിരുന്നു. പാർവതി റൈഷറെ സംബന്ധിച്ചിടത്തോളം പാർവതിക്ക് ഭാരതീയ വേരുകളുള്ള ഒരു വ്യക്തി കൂടിയാണ്. പാർവതിയുടെ അമ്മയുടെ അമ്മ ഈ ഭാരത വംശജയാണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ സംസ്കാരവും ഭാരത സംസ്കാരവും എല്ലാം വൈവിധ്യങ്ങളും എല്ലാം നേരിട്ടറിഞ്ഞിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ്. പലപ്പോഴായി ഇവിടെ ഈ രാജ്യത്ത് വന്നിട്ടുള്ള ആളും കൂടെയാണ്. ഇതെല്ലാം കണക്കിലെടുത്താണ് ഈ രാജ്യത്തിൻ്റെ തന്നെ ഒരു പുരോഗതിക്ക് അല്ലെങ്കിൽ ഒരു പ്രത്യേക ഊർജം നൽകുന്ന വിധത്തിലുള്ള ഒരു സെൻറ്റർ ആരംഭിക്കണമെന്ന് അവർ തീരുമാനിക്കുന്നതും അതിനായി കേരളം തിരഞ്ഞെടുക്കുന്നതും. കേരളത്തിൽ എത്തി അയ്യമ്പുഴ, അതായത് കാലടിക്ക് അടുത്തുള്ളൊരു സ്ഥലമാണ് അയ്യമ്പുഴ പഞ്ചായത്തിൽ ഒലിവ് മൗണ്ട് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു മഹാമയ സെൻറ്റർ ഫോർ കോൺഷ്യസ്നസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നൊരു സ്ഥാപനം അവർ തുടങ്ങുകയായിരുന്നു. ആദ്യഘട്ടത്തിൽ ഇത് വലിയ കുഴപ്പമില്ലാതെ പ്രവർത്തനം തുടർന്നു. എന്നാൽ നമുക്കറിയാവുന്നതുപോലെ മറ്റൊരു രാജ്യത്ത് ഒരു സംരംഭം തുടങ്ങണമെങ്കിൽ അവിടുത്തെ പ്രാദേശിക ഒരു പങ്കാളി, ഒരു പാർട്ട്ണർ കൂടി വേണമെന്ന് ഒരു നിയമമുള്ളതിനാൽ അവർ അജിത് ബാബു എന്നൊരാളെ ഡയറക്ടറായി നിയമിക്കുകയായിരുന്നു. അദ്ദേഹം ഇവരെ ഏതെല്ലാം തരത്തിൽ ദ്രോഹിക്കാമോ അങ്ങനെയെല്ലാം തന്നെ ദ്രോഹിച്ചതിന് ശേഷം അവരെ വലിയ പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുകയായിരുന്നു. അതായത് കെട്ടിട നിർമ്മാണത്തിന് 10 ലക്ഷം രൂപ ചെലവാകേണ്ടിടത്ത് 20 ലക്ഷം രൂപയും, അതുപോലെ ചെറിയ STP പ്ലാന്റ് അതുപോലുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നതിന് 2 ലക്ഷം ചെലവാകേണ്ടിടത്ത് 10 ലക്ഷം രൂപയും എല്ലാം ഇയാൾ കൈക്കലാക്കുകയായിരുന്നു. ഇതിനെല്ലാം പുറമെയാണ് കമ്പനിയുടെ ഭൂമി ട്രസ്റ്റിലേക്ക് മാറ്റുന്നു എന്ന വ്യാജ ആധാരമുണ്ടാക്കി ഏതാണ്ട് 42 ലക്ഷത്തോളം രൂപ ഇയാൾ ഈ വനിതയിൽ നിന്ന് കവർന്നെടുത്തു. അത്തരത്തിൽ വിവിധ തരത്തിൽ ഇവരെ ദ്രോഹിക്കുന്ന ഒരു നടപടിയാണ് ഈ അജിത് ബാബുവിൻ്റെ പക്കൽ നിന്നുണ്ടായത്. നമുക്കറിയാവുന്ന പോലെ ഒരു വിദേശി ഇവിടെ വന്നൊരു സംരംഭം തുടങ്ങുമ്പോൾ അവർ നമ്മളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞ പോലെ തന്നെ അവർ ഇവിടുത്തെ എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ട് എല്ലാ സംവിധാനങ്ങളും ഒരുക്കിക്കൊണ്ട് തന്നെയാണ് അത്തരത്തിലൊരു സെൻറ്റർ ആരംഭിക്കുന്നത്. എന്നാൽ ഇങ്ങനെ ഒരു കാര്യം അവർ പ്രതീക്ഷിച്ചില്ല. ഇത്തരത്തിൽ അവരുടെ കൂടെ നിന്ന് അവരെ ചതിക്കുന്ന ഒരു സംഭവം ഉണ്ടാകുമെന്ന് അവർ തീരെ പ്രതീക്ഷിച്ചില്ല. അതുകൊണ്ട് തന്നെ ആദ്യഘട്ടത്തിൽ അവർക്ക് വലിയ ഷോക്കായിപ്പോയി. പിന്നീടാണ് ഇവർ ഈ ചതിയെപ്പറ്റിയും മറ്റും അറിയുന്നത്. തുടർന്ന് ഇവർ അയ്യമ്പുഴ പോലീസിൽ പരാതി നൽകിയതിൻ്റെ പുറമെ കേസ് എടുത്തെങ്കിലും തുടർ നടപടിയൊന്നും അതുമായി ബന്ധപ്പെട്ട് ഉണ്ടായില്ല. അതുമാത്രമല്ല, ഇയാളിൽ നിന്ന് ഇവർക്ക് ഭീഷണി നേരിടേണ്ടി വന്നു. കൂടുതൽ കാലം ഇവിടെ താമസിച്ചാൽ ജീവന് തന്നെ ഭീഷണി ആകും എന്ന ഒരു അവസ്ഥ വന്നതിനാൽ അവർ നാട് വിട്ടുപോയി മറ്റൊരു ജില്ലയിൽ താമസിക്കേണ്ട ഒരു അവസ്ഥയും വന്നു. എന്തായാലും വളരെ മനോഹരമായ ഒരു പ്രദേശത്ത് വളരെ മനോഹരമായ ഒരു കെട്ടിടത്തിൽ ഇത്തരത്തിലൊരു സെൻറ്റർ ആരംഭിച്ച് അത് ജനങ്ങൾക്ക് അല്ലെങ്കിൽ നാട്ടുകാർക്ക് ഉപകാരപ്രദമായ രീതിയിൽ സംവിധാനം ഒരുക്കാനായിരുന്നു അവർ ആഗ്രഹിച്ചിരുന്നത്. അത് ഒരു മലയാളി കൂടിയായ അജിത് ബാബുവിൻ്റെ കുൽസിത ശ്രമങ്ങളെ തുടർന്ന് ഉപേക്ഷിക്കേണ്ടി വന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ആ പ്രദേശം സന്ദർശിക്കുമ്പോൾ തന്നെ അവിടെ ഉണ്ടായിരുന്ന ജീവനക്കാർ വരെ വളരെ സംതൃപ്തരായിരുന്നു ഇവരുടെ പ്രവർത്തികളിൽ. കാരണം ഇവർക്ക് ഒരു ലക്ഷ്യം കൂടി ഉണ്ടായിരുന്നു. ഈ സെൻറ്റർ നടത്തി ലഭിക്കുന്ന വരുമാനം അവിടെ എന്തെങ്കിലും നിർധനരായ ആളുകൾക്ക് വേണ്ടി ഉപകാരപ്പെടുത്താനും ഒപ്പം തന്നെ സ്കൂളുകൾ അടക്കമുള്ള കാര്യങ്ങൾ നിർമ്മിക്കാനും ഇവർ ലക്ഷ്യമിട്ടിരുന്നു. എന്നാൽ ഇതെല്ലാം തന്നെ ഈ ഒരു മലയാളിയായ ഈ അജിത് ബാബുവിൻ്റെ ചതിയിലൂടെ അവർക്ക് ഉപേക്ഷിക്കേണ്ടി വന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ ജീവനക്കാരും നാട്ടുകാരും ഇവർ തിരിച്ചെത്തണം എന്നുള്ളൊരു ആവശ്യം ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ നടപടി ഉണ്ടാകാത്തതിന് കാരണം രാഷ്ട്രീയ സ്വാധീനം ആണ് എന്ന് തന്നെ പറയേണ്ടി വരും. അക്കൂട്ടത്തിൽ ഈ അജിത് ബാബു ഒരിക്കൽ
രാഷ്ട്രീയക്കാർക്കടക്കം, അതായത് ഒരു മന്ത്രിക്കടക്കം കൈക്കൂലി നൽകിയാൽ കൂടുതൽ എന്താ പറയുക, കൂടുതൽ സ്മൂത്തായിട്ട് കാര്യങ്ങൾ നടക്കും എന്ന് ആവശ്യപ്പെട്ട് ഇവരോട് 10 കോടി രൂപ ഏത് മന്ത്രിയുടെ പേരാണ് അദ്ദേഹം ഉപയോഗിച്ചത്? അങ്ങനെ തെറ്റായി മന്ത്രിയുടെ പേര് ഉപയോഗിച്ച് പണം തട്ടിയാൽ തന്നെ ആ രാഷ്ട്രീയ നേതാവിന് തന്നെ വേണമെങ്കിൽ കേസിന് പോകാം. അല്ലെങ്കിൽ ആരുടെ പേരാണ് ഇവർ പറയുന്നത് നമുക്ക് പറയാൻ കഴിയുന്നുണ്ടോ ബീന റാണി? വിനോദ, തീർച്ചയായും കേരള ലോ മിനിസ്റ്റർ എന്ന് പറഞ്ഞാൽ മന്ത്രി പി രാജീവാണ്. എറണാകുളം ജില്ലയിലെ ഒരു മന്ത്രി കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ പേരാണ് ഇവർ സൂചിപ്പിച്ചത്. ഇത്തരത്തിലൊരു അജിത് ബാബു ഇത്തരത്തിൽ മന്ത്രിക്ക് കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട ചില തടസ്സങ്ങൾ വന്ന സാഹചര്യത്തിലാണ് അജിത് ബാബു ഇവരോട് മന്ത്രിക്ക് ഇത്തരത്തിൽ കൈക്കൂലി ഇല്ലെങ്കിൽ ഇത്ര തുക നൽകിയാൽ ഇത് വളരെ ലളിതമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനാകും എന്ന് ഉപദേശിച്ചത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇവരോട് ഇത്തരത്തിൽ തുക കൈപ്പറ്റാൻ ശ്രമിച്ചത്. തികച്ചും വളരെ ഗൗരവതരമായ ഒരു കാര്യമാണ്. മന്ത്രി പി രാജീവ്, അദ്ദേഹം വ്യവസായ മന്ത്രി കൂടിയാണ്, എറണാകുളം ജില്ലയിൽ നിന്നുള്ള മന്ത്രിയാണ്. അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞാണ് ഇത്തരത്തിൽ ലക്ഷങ്ങൾ ഒരു വിദേശ വനിതയിൽ നിന്നും കബളിപ്പിച്ചത്. അതിന്മേലുള്ള പരാതി പോലീസ് നൽകിയിട്ട് ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല. എന്തായാലും ബന്ധപ്പെട്ട അധികാരികൾ ഇത് കൃത്യമായി നമ്മൾ ജനൻ TV ഈ വാർത്ത പുറത്തുവിടുകയാണ്. മന്ത്രി രാജീവിൻ്റെ പേരിലാണ് ലക്ഷങ്ങൾ പിരിച്ച് ഒരു വിദേശ വനിതയെ കബളിപ്പിച്ചിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ് ബീന റാണി പങ്കുവെക്കുന്നത്. ബീന, ഇക്കാര്യത്തിൽ മറ്റു പരാതികൾ, ഉന്നത തലങ്ങളിൽ പരാതി കൊടുക്കാൻ വേണ്ടി വിദേശ വനിത അതിനുവേണ്ടിയുള്ള ശ്രമം നടത്തുന്നുണ്ടോ? മറ്റു വിവരങ്ങൾ എന്തെല്ലാമാണ് ബീന റാണി? വിനോദ, തീർച്ചയായും പല മേഖലകളിൽ ഇവർ ഈ പരാതിയുമായി സമീപിച്ചിരുന്നു. മുഖ്യമന്ത്രി അടക്കമുള്ളവർക്ക് ഇതുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയിരുന്നു. കാരണം വിദേശത്ത് നിന്നെത്തിയ ഒരു വനിത, അവരെ സഹായിക്കാൻ ആരും ഉണ്ടാകില്ല എന്നൊരു സാഹചര്യം കൂടി നിലവിലുള്ളതിനാൽ അവർ വിവിധ തലങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട പരാതിയുമായി സമീപിച്ചിരുന്നു. എന്നാൽ ഒരു ഭാഗത്തു നിന്നും ഒരു നടപടിയും ഉണ്ടായില്ല. അവർ തിരിച്ചു പോകേണ്ട ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി തുടങ്ങിയപ്പോഴാണ് അവർ മെഡിറ്റേഷൻ സെന്റർ പൂട്ടിയിട്ടിട്ട് മറ്റൊരു ജില്ലയിൽ ഇതുമായി ബന്ധപ്പെട്ട നിയമ നടപടിക്കായി ഇപ്പോൾ ഇവിടെ തന്നെ തങ്ങുന്നത്. എന്തായാലും ഈ വിവിധ രാഷ്ട്രീയ നേതാക്കളെ ഇവർ ഇതുമായി ബന്ധപ്പെട്ട് സമീപിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഇയാൾക്കെതിരെ യാതൊരു നടപടിയും ഉണ്ടാകാത്തത് വലിയ രാഷ്ട്രീയ സ്വാധീനം മൂലമാണെന്ന പരാതിയും അവർ ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും ഇത്തരത്തിലൊരു ചതി അവർ പ്രതീക്ഷിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഒരു സെന്റർ അതിനായി വലിയ രീതിയിൽ തുക മുടക്കിയിരുന്നു. അത് 3 കോടിയോളം ചെലവിട്ടാണ് ആ വലിയൊരു സെന്റർ നിർമ്മിക്കുന്നത്. ഇത്തരത്തിലൊരു ചതി പ്രതീക്ഷിക്കാത്തത് കൊണ്ട് തന്നെ ഇത് നല്ല രീതിയിൽ മുൻപോട്ട് കൊണ്ടുപോകാനും ഒപ്പം തന്നെ സാമൂഹ്യ സേവനത്തിന് ഉപകരിക്കുക എന്ന ലക്ഷ്യവും കൂടി അവർക്കുണ്ടായിരുന്നു. അതിനിടയ്ക്കാണ് അജിത് ബാബുവിൻ്റെ പക്കൽ നിന്ന് ഇങ്ങനെയൊരു നടപടി ഉണ്ടാകുന്നത്. തീർച്ചയായും ഇത്തരത്തിൽ വലിയ ശക്തമായ നടപടി ഉണ്ടാകണം എന്ന് തന്നെയാണ് ആ വിദേശ വനിത ആവശ്യപ്പെടുന്നത്. ഈ വാർത്ത പുറത്തു വരികയാണ്. കാരണം മന്ത്രി പി രാജീവിൻ്റെ പേരിലാണ് ലക്ഷങ്ങൾ ഇത്തരത്തിൽ കബളിപ്പിച്ചിരിക്കുന്നത്. ഇതെങ്ങനെയാണ് നമ്മളിലേക്ക് ഈ വാർത്ത എങ്ങനെയാണ് ബീന റാണി എത്തുന്നത്? ഈ വിദേശ വനിതയ്ക്ക് മറ്റ് നീതി കിട്ടുന്നില്ല എന്ന് വരുമ്പോഴാണ് ഇത്തരത്തിലുള്ള വാർത്തകൾ നമ്മൾ പുറത്ത് നൽകുന്നത്. ഇത്തരത്തിൽ ഇവർ എത്ര വർഷം ഈ പരാതി നൽകിയിട്ട് എത്ര നാളായി? അതിനെ സംബന്ധിച്ച ഒരു വ്യക്തത, അതിനെ സംബന്ധിച്ച ഒരു കാലയളവ് കൂടി പറയാൻ കഴിയുന്നുണ്ടോ ബീന റാണി? വിനോദ, 2020 ഇവർ ഈ മെഡിറ്റേഷൻ സെന്റർ ഇവിടെ ആരംഭിക്കുന്നത്. അതിനുശേഷം വിദേശികളടക്കം നിരവധി പേർ ഇവരുടെ മെഡിറ്റേഷൻ സെന്ററിലെത്തി യോഗ പരിശീലനവും ഒപ്പം തന്നെ മറ്റ് മെഡിറ്റേഷൻ ക്രിയകളും ഒക്കെ ചെയ്ത് വരികയായിരുന്നു. ഏതാണ്ട് 2 വർഷത്തിന് മുമ്പാണ് ഇവർ ആദ്യഘട്ടത്തിലൊന്നും ഇവർക്ക് ഇത്തരത്തിൽ ഇവരുടെ കയ്യിൽ നിന്ന് പണം നഷ്ടപ്പെടുന്നത് മനസ്സിലായിരുന്നില്ല. ഏതാണ്ട് 2 വർഷം മുമ്പാണ് ഇവർക്ക് ചതി മനസ്സിലായത്. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ പണമിടപാടുകളുടെ രേഖകളും അവർ സൂക്ഷിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഇതെല്ലാം കാണിച്ചാണ് അവർ അയ്യമ്പുഴ പോലീസിൽ പരാതി നൽകുന്നത്. ഏതാണ്ട് 2 വർഷം മുമ്പ് ഈ ചതി മനസ്സിലാക്കിയത് തുടർന്ന് ഇയാളുടെ ഭാഗത്ത് നിന്ന് വലിയ രീതിയിൽ ഭീഷണിയും ഇവർക്കുണ്ടായിരുന്നു. ഈ രാജ്യത്ത് നിന്ന് തിരിച്ചു പോകണം എന്നുള്ള ആവശ്യമാണ്. ആവശ്യം നടപ്പാക്കാൻ വേണ്ടിയുള്ള പല ഉപദ്രവങ്ങളുമാണ് ഈ അജിത് ബാബുവിൻ്റെ ഭാഗത്ത് നിന്ന് ഈ വനിതയ്ക്ക് നേരിടേണ്ടി വന്നത്. എന്തായാലും വിദേശ രാജ്യത്ത് നിന്ന്
ഇവിടെ വന്ന് ഇത്തരത്തിലൊരു സംരംഭം തുടങ്ങുമ്പോൾ അതിന് അവരെ സഹായിക്കേണ്ടതിന് പകരം ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കേരളത്തിൽ നിന്ന് അതൊരു മലയാളി ഇത്തരത്തിൽ അവരെ ഉപദ്രവിച്ചത് നിസ്സാരമായി കാണുന്ന ഒരു നിയമ സംവിധാനം ഇവിടെയുണ്ട് എന്നുള്ളത് അവരെ വളരെ നിരാശയാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റ് ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അവർ തിരക്കിലായതിനാൽ അവർക്ക് അത് വളരെ ജീവിതവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളിൽ തിരക്കിലായതിനാൽ അവർക്ക് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ നടപടികളിലേക്ക് കടക്കാൻ കഴിഞ്ഞില്ല. എങ്കിൽ പോലും അവർ ഇതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയെയും മറ്റ് ജനപ്രതിനിധികളെയും എല്ലാം സമീപിക്കുകയും അവർ ഒന്നും തന്നെ ഇവരുടെ കാര്യത്തിൽ ഇടപെടാൻ ഒരു സന്നദ്ധത കാണിക്കുകയും ഉണ്ടായില്ല. മറിച്ച് നാട്ടുകാരിൽ ചിലരുടെ സഹായത്തോടെ ഇവരുടെ സെന്ററിൽ ഉണ്ടായിരുന്ന ജീവനക്കാരുടെ ചിലരുടെ സഹായത്തോടെയാണ് ഇപ്പോൾ ഇവർ നിയമ പോരാട്ടത്തിലേക്ക് കടന്നിരിക്കുന്നത്. ഇപ്പോൾ ഈ സെൻറ്റർ അടച്ചിട്ടിരിക്കുകയാണോ? ഈ സെൻറ്റർ പ്രവർത്തിക്കാതെ ഇരിക്കുകയാണോ ബീനാറാണി? അവിടെ ഇപ്പോൾ നമുക്ക് കാണുന്നത് കാട് കയറി കിടക്കുന്ന അല്ലെങ്കിൽ പ്രവർത്തനരഹിതമായി കിടക്കുന്ന ഒരു കെട്ടിടം. ഇത് ഇവരുടെ സ്വന്തം ഉടമസ്ഥതയിൽ തന്നെ ആയിട്ടുണ്ടോ ഈ കെട്ടിടം? ഇപ്പോൾ ഇവിടെ ആരും പ്രവർത്തനങ്ങളൊന്നും നടക്കുന്നില്ലേ? പൂട്ടിയിട്ടിരിക്കുകയാണോ ബീനാറാണി? തീർച്ചയായും വിനോദ, ഏതാണ്ട് 2 വർഷത്തിലേറെയായി ഇവിടെ പ്രവർത്തനങ്ങളൊന്നും നടക്കുന്നില്ല. ജീവനക്കാർ അവിടെ എത്തുകയും അവിടെ പരിശോധന നടത്തുകയും എല്ലാം ചെയ്യുന്നതല്ലാതെ അവിടെ പ്രവർത്തനങ്ങളൊന്നും തന്നെ നടക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ 3 കോടിയോളം രൂപ ചെലവിട്ട് നിർമ്മിച്ച ഈ കെട്ടിടം ഇപ്പോൾ അനാഥമായി കിടക്കുകയാണ്. കാട് കയറി കിടക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഉള്ളത്. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ അല്ലെങ്കിൽ വീണ്ടും ഇത് പുനരാരംഭിക്കാനുള്ള നടപടികളിലേക്ക് അവർക്ക് കടക്കാനും കഴിയുന്നില്ല. ഇത്തരത്തിൽ നിയമ പോരാട്ടം നടക്കുന്നതിനാൽ അതുമായി ബന്ധപ്പെട്ട കൂടുതൽ പ്രവർത്തനങ്ങളിലേക്ക് അവർക്ക് പ്രവേശിക്കാൻ കഴിയുന്നില്ല. നാട്ടുകാരടക്കമുള്ളവരുടെ ആവശ്യം ഇത് വീണ്ടും തുറന്ന് പ്രവർത്തിക്കണം. കാരണം ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ സാമൂഹ്യ സേവന സന്നദ്ധത അവർ അറിയിച്ചിരുന്നു. സമീപത്ത് തന്നെ ഒരു സ്കൂൾ സ്ഥാപിക്കുന്നതിനും ഒപ്പം നിർധനരായ സ്ത്രീകൾക്ക് ഒരു ജീവിത മാർഗം കണ്ടെത്തുന്നതിനുള്ള ചില തൊഴിൽ സംരംഭങ്ങൾ ആരംഭിക്കാനും മറ്റും അവർ തയ്യാറായിരുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിലനിൽക്കുന്നത് കൊണ്ട് ഇത് വീണ്ടും തുറന്നു പ്രവർത്തിപ്പിക്കണമെന്ന ആവശ്യം നാട്ടുകാരും ഒപ്പം ജീവനക്കാരും ഉന്നയിക്കുന്നുണ്ട്. 2 വർഷത്തോളം സമാധാനപരമായി നടന്നുപോയ ഒരു സെന്ററാണിത്. അതുകൊണ്ട് തന്നെ വീണ്ടും ഇത് ആരംഭിക്കണമെന്ന ആവശ്യവുമായി നാട്ടുകാരും ജീവനക്കാരും രംഗത്തുണ്ട്. അവരുടെ സഹായത്തോടെയാണ് ഇപ്പോൾ പാർവതി റൈഷർ ഇത്തരത്തിൽ ചില നിയമ നടപടികളുമായി മുന്നോട്ട് നീങ്ങുന്നത്. എന്നാൽ അജിത് ബാബുവിൻ്റെ ഭാഗത്തു നിന്ന് നിരന്തരമായി ഉണ്ടാകുന്ന ഭീഷണി ഇവരെ വല്ലാതെ ശല്യപ്പെടുത്തുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് നടപടി ഒന്നും എടുക്കാത്തതാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർ വളരെ അത്ഭുതകരമായി വിശേഷിപ്പിക്കുന്നത്. അവരുടെ നാട്ടിലാണെങ്കിൽ ഇത്തരത്തിൽ എന്തെങ്കിലും ഒരു ചതി, ഇത്തരത്തിൽ എന്തെങ്കിലും ഒരു വഞ്ചന ഇല്ലെങ്കിൽ ഒരു തട്ടിപ്പ് നടന്നിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് കൃത്യമായ നടപടി ഉണ്ടാകും. എന്നാൽ കേരളത്തിൽ എന്താണ് അത് സംഭവിക്കാത്തത് എന്ന് അവർ ആശ്ചര്യപ്പെടുന്നുമുണ്ട്. അതാണ് അവർക്ക് അപ്പോൾ ഈ ദൈവത്തിൻ്റെ സ്വന്തം നാട് ഇങ്ങനെയാണ് എന്ന് കണ്ട് അവർ ആശ്ചര്യപ്പെടുകയാണ്. ഇവിടെ ഒരു പരാതി നൽകിയിട്ട് ആർക്കെതിരെയാണോ പരാതി നൽകിയത് ആ വ്യക്തി നിരന്തരമായി ഈ വിദേശ വനിതയെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ലക്ഷങ്ങൾ തട്ടിയ ആ വ്യക്തിക്കെതിരെ പരാതി കൊടുത്തിട്ട് പോലീസ് ഒരു അന്വേഷണവും നടത്തുന്നില്ല എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ബീനാറാണി ഇപ്പോൾ നൽകുന്ന. ഒരു വിദേശ വനിത ഒരു മെഡിറ്റേഷൻ സെൻറ്റർ നടത്താൻ വേണ്ടി എറണാകുളത്തെത്തിയ ഒരു വിദേശ വനിതയ്ക്കാണ്, ഒരു ഓസ്ട്രിയൻ വനിതയ്ക്കാണ് ഇത്തരത്തിലുള്ള കബളിപ്പിക്കൽ നടന്നിരിക്കുന്നത്. ലക്ഷങ്ങൾ തട്ടിയ ഒരു പ്രതിക്കെതിരെ പരാതി നൽകി യാതൊരു നടപടിയുമില്ല. അദ്ദേഹം നിരന്തരം ഭീഷണി ഇപ്പോഴും മുഴക്കുകയാണ്. എന്നിട്ടും അവർക്ക് നീതി ലഭിക്കുന്നില്ല. ഈ വിവരങ്ങളാണ് ബീനാറാണി നൽകിയത്.